അടുത്ത ഇനി അവസാന ചെറിയ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം വലിയ തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ സമ്മിശ്രമാണ്. കോൺഗ്രസിന് ഉറപ്പ് പറയാവുന്ന സീറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോവളം മാത്രമേ ഉള്ളൂ. കോവളം മാത്രമേ ഉള്ളൂ. എന്നാൽ നല്ല കണ്ടസ്റ്റ് നടത്താവുന്ന മണ്ഡലങ്ങളാണ് പാറശാല തൊട്ട് ഏതാണ്ട് ചിറയൻകീഴ് വരെയും. പക്ഷേ ഇത്തവണത്തെ സ്ഥാനാർത്ഥികളൊന്നും തീരെ മുരളി തീർച്ചയായിട്ടും ശ്രീലേഖ നല്ല കാൻഡിഡേറ്റ് അല്ല. അപ്പൊ അത് ആ വോട്ട് മുരളിക്ക് ചിലപ്പോൾ കിട്ടും. മുരളിക്ക് പോയേക്കാം. പക്ഷെ പ്രശാന്തും നല്ല ഫൈറ്ററാണ്. പ്രശാന്ത് നല്ല MLA ആണ്. ഒരു സംശയം മുരളിയും പ്രശാന്തും തമ്മിൽ നോക്കുമ്പോൾ ശ്രീലേഖയുടെ വോട്ട് മാത്രം അതാണ് ഒരു പ്രശ്നം. ശ്രീലേഖ അവിടെ അവരൊരു ഒട്ടും ഇംപ്രസീവ് അല്ല. അതൊരു പ്രധാനപ്പെട്ട. പിന്നെ ചിറയൻകീഴ് CPI ജയിക്കേണ്ടതാണ്. പക്ഷെ രമ്യ അവിടെ ചെന്ന് പാട്ട് പാടുവോ? പാട്ടൊന്നും കേൾക്കത്തില്ല അവിടെ. അതൊക്കെ പോയി, അതിന്റെ കാലം കഴിഞ്ഞു. അതുപോലെ ആറ്റിങ്ങൽ OS അംബികയും നെടുമങ്ങാട് മീനാങ്കൻ കുമാർ അതൊക്കെ അസഹ്യമാണ്. അതുമല്ല അവിടെ കാട്ടാക്കട. പക്ഷെ കാട്ടാക്കട കൃഷ്ണദാസൊക്കെ അവിടെ താമസിച്ചു BJPക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ കാട്ടാക്കടയിൽ IB സതീഷ് കുറച്ച് അൺപോപ്പുലർ ആണെന്ന് പറയുന്നു. പക്ഷെ IB സതീഷ് ബുദ്ധിജീവിയോ അവിടുത്തെ ജനങ്ങളുമായി ബന്ധമുള്ള ആളാണ്. ഈ പ്രകൃതി അങ്ങനെ ചില ആൾക്കാർ, കാട്ടാക്കടക്കാർക്ക് പ്രകൃതി ഒരു വിഷയമല്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർ മണ്ഡലം നോക്കുന്നത്, ഇവരൊക്കെ മണ്ഡലം നോക്കുന്നത്. പിന്നെ BJP ഫൈറ്റ് ചെയ്യുന്ന രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് കഴക്കൂട്ടവും മറ്റേത് നിയമമാണ്. കഴക്കൂട്ടോ നിയമവും ഞങ്ങളുടെ വോട്ടിംഗ് അനുസരിച്ച് കഴക്കൂട്ടോ നിയമവും BJPക്ക്. രണ്ടുപേരും നല്ല ഇരുത്തം വന്ന സ്ഥാനാർത്ഥികളുമാണ്. മുരളി കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ അവിടെ തന്നെ ഇവിടെ കേന്ദ്രമന്ത്രി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെയാണ്. നമ്മുടെ ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞ പെറ്റി കിടക്കാണ്.